ഒൻപതാമത്തെ ഫർദ് അത്തുമനീനത്തു, അടക്കം അനങ്ങുക. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുന്നിലൂടെ നമ്മൾ പറഞ്ഞു. റുക്കൂഇൽ, ഇഅ്തിദാലിൽ, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ, ഇതിലൊക്കെ അടക്കം അനങ്ങണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അയാൾ വന്ന് നിസ്കരിച്ചു. വിധങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വിധങ്ങൾ പറഞ്ഞു, പോയി നിസ്കരിച്ചു പറഞ്ഞു. ഞാൻ നിസ്കരിച്ചത് പോയി നിസ്കരിച്ചു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പോയി. എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. വീണ്ടും വന്ന് സലാം പറഞ്ഞു, വഅലൈക്കും അസ്സലാം. പോയി നിസ്കരിച്ചു പറഞ്ഞു. ഞാൻ നിസ്കരിച്ചു. നിസ്കരിക്കാനല്ലേ പറഞ്ഞു, നിസ്കരിച്ചു വീണ്ടും. മൂന്നാമത്തെ തവണ അദ്ദേഹം നിസ്കരിച്ചു പറഞ്ഞു. നബി തങ്ങളോട് സലാം പറഞ്ഞു, വഅലൈക്കും അസ്സലാം. പോയി നിസ്കരിച്ചു പറഞ്ഞു. അവൻ എനിക്ക് നിസ്കരിക്കാൻ കഴിയും, ഈ കൊലത്തിലൊക്കെ നിസ്കരിക്കാൻ കഴിയില്ല, എന്താണ് തെറ്റ്? നബി തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കണമെങ്കിൽ നേരാമണം നിസ്കരിക്കണം, കുത്തി മറിയല്ല ചെയ്യേണ്ടത്. നിസ്കരിക്കുന്ന അവസരത്തിൽ നീ തക്ബീർ ചൊല്ലണം. സുമ്മ ഖറഅ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ സുമ്മ റകഅ ഹത്താ തത്മഇന്ന റാകിയ. ഒരു തുമീനിയത്ത് എന്ന സംഗതി അത് തീരെ നിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, നിന്റെ സ്ഥലത്തിൽ വന്നിട്ടില്ല. ഒരു അനക്കം അടങ്ങൽ അത് വന്നിട്ടില്ല. അതുകൊണ്ട് നീ ആ യോഗത്തിൽ നിസ്കരിക്കണം. വ്യത്യസ്ത ഹദീസുകളിൽ ഇതിനെ പ്രതിപാദിക്കാൻ ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഇന്ന റജുല യുസല്ലി 60 സന, 60 വർഷം ഒരു മനുഷ്യൻ നിസ്കരിക്കും. വമാ തുഖബലു ലഹു സ്വലാത്ത്, അദ്ദേഹത്തിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ലഅല്ലഹു യതിമു റുകൂഅ, ഒരിക്കൽ റുകൂഅ ചിലപ്പോൾ അല്ലാഹു സ്വീകരിച്ചേക്കാം. വലാ യതിമു സുജൂദ, പക്ഷേ അവൻ സുജൂദ് പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് സ്വീകരിക്കുന്നില്ല. ചിലപ്പോൾ യതിമു സുജൂദ, ചിലപ്പോൾ സുജൂദ് ഉഷാറായിട്ടുണ്ടാവും. വലാ യതിമു റുകൂഅ, റുകൂഅ പോയിട്ടുണ്ടാവും. എന്താ കാരണം? ഈ തുമനീനത്തില്ലാത്തതാണ്. മറ്റൊരു ഹദീസിൽ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മദീനയിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നിസ്കരിച്ചു. വ്യത്യസ്ത ഹദീസുകളാണ്. ആ സമയത്ത് നബി തങ്ങൾ നിസ്കരിക്കുന്ന ആളെ ചുണ്ടിട്ട് പറഞ്ഞു, കാണുന്നില്ല നിസ്കാരം, ആളെ മരിച്ച നമ്മളെ പ്രസ്ഥാനത്തിലല്ല, നമ്മളാണല്ല എന്ന് ഗൗരവപൂർവ്വം പറഞ്ഞു. എന്താ കണ്ടില്ല നിസ്കാരം? എന്നിട്ട് നിങ്ങൾ ഉദാഹരണം പറയാം, കാക്ക രക്തം കൊത്തുന്നത് പോലെ. ഇപ്പൊ കോഴിക്കൊക്കെ നമ്മൾ തീറ്റിട്ട് കൊടുത്താൽ കൊത്തൂല, അതിങ്ങനെ ഒന്ന് കൊത്തി തുമനീനത്ത് പിന്നെ കൊത്തും ഇല്ല, ഇങ്ങനെ സെക്രട്ടറികളെ കൊണ്ട് എത്തുന്നത്. ഈ രൂപത്തിലാണ് ചില ആളുകളുടെ വളരെയധികം ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ഇതുവരെ ക്ലാസ് എടുത്തു, എന്നാലും ചിലപ്പോഴൊക്കെ എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ നോക്കും. നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചാൽ മതി, അപ്പൊ നോക്കുന്നുണ്ട് ഒരു പേടിയെങ്കിലും ഉണ്ടായിക്കോട്ടെ. അപ്പൊ ആ സമയത്ത് ചില ആളുകൾ ചിലർക്ക് എത്തിനാലില്ല, തീരെ എത്തിനാലില്ല. റുക്കൂങ്ങനെ വന്നാൽ കറക്റ്റ് പോവാം. അത് പരിശീലിക്കണം. നമ്മൾ കുറെ തെറ്റ് ഒരുപാട് വർഷങ്ങളായി ചെയ്തു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ റുക്കൂയിൽ പോകുമ്പോ പലരും കൈ പൊക്കുന്നില്ല. എത്ര തവണ നമ്മൾ പറഞ്ഞ സമയത്ത് ഈ ഒരു സമയത്താണ്. അപ്പൊ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോയി ആ പോക്ക് പോയാൽ അപ്പൊ ഒരു ദിവസം ഇങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഒന്നുകൂടി വിളിക്കണം, എന്നിട്ട് വീണ്ടും ചെയ്യാം. അപ്പൊ പിന്നെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പരിശീലിക്കാനാണ്. പരിശീലനം തന്നെ പരിശീലനം. ഇപ്പൊ ഈ വിഷയം പറഞ്ഞ സമയത്ത് കുറച്ച് ചെറുപ്പക്കാരെന്റെ അടുക്കലുണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു ഫിഗർ ക്ലാസ് എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചെറുപ്പക്കാരൻ ഞാൻ ഓക്കെ പറഞ്ഞു. അതിലാർക്കെങ്കിലും ഭാഗമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ഞാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ പഠിക്കണം എന്ന് ആഗ്രഹം തരും. നമുക്ക് സംവിധാനങ്ങളെ എമ്പാടുണ്ട്. അല്ലാഹു തആല പഠിക്കാൻ, തിരുത്താൻ, കുറ്റമറ്റ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുള്ള പോരായ്മകളെല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ മസ്ജിദ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ